നമസ്തേ. 5/4/2025 ശനിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആ നക്ഷത്രഫലങ്ങൾ പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ 2 കമൻറ്റുകളുടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വന്ന 2 കമൻറ്റിൽ ഒന്ന് വളരെ സന്തോഷം തോന്നിയ ഒരു കമൻറ്റാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങ് പറയുന്നതനുസരിച്ച് ഞാൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തി, പക്ഷെ വലിയ നേട്ടങ്ങൾ അതുകൊണ്ടുണ്ടായില്ല എന്നാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട്. അത് നിർത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ നിർത്തി എന്നുള്ളത് തന്നെ വലിയൊരു നേട്ടമാണ്. രണ്ടാമത്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് അതിലും മൂലം വലിയ സന്തോഷം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലഹരി ഉപയോഗിച്ച് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് എന്തായാലും മനസ്സ് സുഖകരമായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളോട് ചിരിക്കുന്നുണ്ടാവാം, നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടെ അവരുടെ മനസ്സ് ഒരിക്കലും സന്തോഷകരമായിരിക്കില്ല. അപ്പോൾ ആ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് നിങ്ങൾക്ക് സന്തോഷം നൽകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മാറ്റമാണ്. അപ്പോൾ ആ ലഹരി നിർത്തി എന്ന് പറഞ്ഞതിൽ എന്തായാലും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് ഒരാളെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് കമൻ്റ് ഇട്ടതിൽ വളരെ സന്തോഷം. നിങ്ങളിനി തുടരാതിരിക്കുക. ഈ കാലഘട്ടത്തിൽ മാത്രമാണെന്നല്ല ഞാൻ പറയുക, ലഹരി ഒന്നും മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ പ്രയോജനം കിട്ടുന്നതല്ല. അത് തുടരാതിരിക്കാനായിട്ട്, ഇനി തുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കമൻറ്റ് വന്നത്, ഇടയ്ക്കിടയ്ക്ക് ശത്രുദോഷമുണ്ടാകുന്നു എന്ന് പറയുന്നു എന്നാണ്. ഇന്ന് ഒരേ രാശിക്ക് തന്നെ കുറച്ച് ദിവസം തുടർച്ചയായി ശത്രുദോഷം ഉണ്ടാകുന്നു എന്ന് പറയാം. തീർച്ചയായിട്ടും അത് ഒരു രാശിയിൽ ആ ശത്രുദോഷത്തെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 മാസത്തോളം കിടക്കാമെന്ന്. ആ 1 മാസക്കാലം നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. അത് പറയാതിരിക്കുന്നതാണ് കുഴപ്പം. നിങ്ങളുടെ ജാതകത്തിൽ അതിനുള്ള യോഗം ആ കാലഘട്ടത്തിലില്ല, ദശാപകാരങ്ങളൊന്നും അതിനനുയോജ്യമല്ലെങ്കിൽ ഈ ശത്രുദോഷം നിങ്ങളെ ബാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ ദശാപകാര കാലങ്ങൾ അനുകൂലമായി വരുന്ന വ്യക്തികളെ അത് ബാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത് സൂചിപ്പിക്കേണ്ട ചുമതല എനിക്കുള്ളത് കൊണ്ട് ഞാനത് സൂചിപ്പിക്കുന്നു എന്നർത്ഥം. അത് തുടരാതിരിക്കാനായിട്ട് നിർവാഹമില്ല. ഈ 2 കമൻറ്റുകൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പല സന്തോഷകരമായ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു സ്റ്റിക്കറെങ്കിലും കമൻ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ ഡീറ്റെയിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. അതിന് ഒരു പ്രത്യേക ഫീസും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. 5/4/2025 ശനിയാഴ്ച മേടം, ഇടവം, മകരം രാശിക്കാർക്ക് ശുഭകരമാണ്. കർക്കിടകം, ചിങ്ങം, തുലാം, വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ്. മിഥുനം, കന്നി, ധനു, കുംഭം, മീനം രാശിക്കാർക്ക് കഠിന ദോഷമാണ്. ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ പറയാനുള്ള രാശി ഇതിൽ കുറവാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസം ഉണ്ടാവില്ല എന്നല്ല. ഇത് ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണ്. ചന്ദ്രന് പ്രാധാന്യം നൽകിക്കൊണ്ട് കൊടുക്കുന്ന ഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിനകത്ത് ജാതകഫലമായിട്ട് ദോഷങ്ങളൊക്കെ ഉണ്ടാകുമെന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയൊക്കെ ഉണ്ടാവും. ഈ പറയുന്ന കാര്യത്തിൽ ഗുണവും നിങ്ങളുടെ ജാതകവശാൽ ദോഷവുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും നിങ്ങൾ അനുഭവിക്കുക. ഞാൻ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഗുണമായിട്ട് വരിക, ജാതകത്തിൽ ദോഷമാണ് അനുഭവിക്കണമെങ്കിലോ അപ്പോഴും നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടൊരവസ്ഥയായിരിക്കും. രണ്ടിലും ദോഷം വരുന്ന ഒരു കാലഘട്ടമാണെന്ന് കരുതുക. ഞാൻ പറയുന്നതും ദോഷമാണ്, ജാതകത്തിലും ദോഷമാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. വളരെയധികം പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിരിക്കും ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ കഠിന ദോഷം എന്നൊക്കെ പറയുന്നവർ
ഞാൻ പറയുന്ന കാര്യങ്ങൾ വെറുതെ കേട്ട് അങ്ങോട്ട് പോയിട്ടും ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാവില്ല. അങ്ങനെ വരാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധയും കരുതലും കൊടുത്താലാണ് ഈ ജാതകഫലം കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് വെറുതെ ജാതകഫലം കേട്ടിട്ട് കാര്യമൊന്നുമില്ല. മനസ്സ് അത് വരാതിരിക്കാനും പല കാര്യങ്ങളും നിയന്ത്രിക്കാനൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയാൽ ആ ദിവസം സന്തോഷകരമാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഇനി നമുക്ക് ഓരോ രാശിയുടെയും വിശദമായ ഫലങ്ങളിലേക്ക് വരാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറിന് ശുഭകരമായ ദിവസം തന്നെയാണ്. മനസ്സിന് സന്തോഷവും ഉന്മേഷവും ഒക്കെ കിട്ടും. മനസ്സ് സ്വസ്ഥമായും ശാന്തമായും നിലനിർത്താൻ കഴിയുന്ന ദിവസമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിൽ നിറയ്ക്കാതിരുന്നാൽ മനസ്സ് സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ദിവസമാണ്. ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയരുടെയൊക്കെ സഹകരണം നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കും മാതൃസ്ഥാനീയരുടെ സഹകരണം മേടക്കൂറുകാർക്ക് ഈ ദിവസം ഉണ്ടാവും. എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. അതേപോലെ ആരോഗ്യ കാര്യത്തിൽ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കും. ഒരു പ്രതിരോധ ശക്തി ഉണ്ടാവും. ആവശ്യമില്ലാത്ത ഒരു അലസത ഉണ്ടാവും. ഒരു തൊഴിൽ ചെയ്യാനായിട്ട് ചെന്നിരുന്നാലും ചെയ്ത് തീർക്കാനൊക്കെ പറ്റും, പക്ഷെ അത് തീർക്കണ്ട പിന്നത്തേക്ക് ആവട്ടെ എന്നൊരു തോന്നൽ, ഒരു അലസത ഉണ്ടാവും. ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാറ്റിവെക്കാതിരിക്കാനൊക്കെ ചെയ്യാം. പല കാര്യങ്ങളും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ മേടക്കൂറുകാർക്ക് ഒരു സംശയമില്ല, അത് ചെയ്യാനായിട്ട് പറ്റും. ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളെ കാണുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കഴിയും. നേത്ര രോഗങ്ങളുള്ളവർക്ക് അത്ര അനുകൂലമല്ല. വിളർച്ച ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാം. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം വലിയ കാര്യമായിട്ടൊന്നും മേടം രാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ്. പക്ഷെ ജാതകത്തിൽ നിങ്ങൾക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ജാതകഫലം ദശാപകാര കാലങ്ങളൊക്കെ ഒട്ടും അനുകൂലമല്ലാത്തതാണെങ്കിൽ ഒരു പക്ഷേ ഇതിന് മാറ്റം വരികയും ചെയ്യാം. എങ്കിലും വലിയ ദോഷമൊന്നും വരില്ല. ശത്രുദോഷമൊക്കെ വന്നാലും ഇതിൻ്റെ അകത്തെ അനുകൂലാവസ്ഥ വലിയ ദോഷങ്ങളില്ലാതെ മാറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് വലിയ ദോഷമൊന്നും മേടക്കൂറുകാർക്ക് ശത്രുദോഷം കൊണ്ട് വരാനുള്ളൊരു സാധ്യത കുറവാണ്. കടബാധ്യതയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. വാക്കുകൾ അത്ര അനുകൂലമല്ല. ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ അത് മേടക്കൂറുകാർക്ക് അല്പം പ്രയാസമൊക്കെ ഉണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. മക്കളിൽ നിന്നും സന്തോഷകരമായ അനുഭവം ഉണ്ടാവും. അപ്പോൾ പൊതുവെ കുടുംബത്തിനൊരു പിന്തുണ എല്ലാ കാര്യങ്ങളിലൊക്കെ ലഭിക്കും. തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല എന്നേ ഉള്ളൂ. തൊഴിൽ മേഖലയിൽ ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്താൽ അത് നേട്ടങ്ങളാക്കി കൊണ്ടുപോകാനൊക്കെ കഴിയും. കാരണം ദൈവാധീനമുണ്ട്. ദൈവാധീനമുള്ള ഒരു ഇതായതുകൊണ്ട് പല ദോഷങ്ങളെയും ഒരു പരിധി വരെ അനുകൂലമാക്കി കൊണ്ടുപോരുന്നതിന് വേണ്ടി മേടക്കൂറുകാർക്ക് കഴിയും. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാർക്കും മേന്മയുള്ള ദിവസമാണ്. ശുഭകരമായ ഒരു ദിവസമാണ്. അവരെ സംബന്ധിച്ച് ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. എല്ലാ കാര്യത്തിനും ഒരു ശക്തി ഒക്കെ കിട്ടും. സംശയരഹിതമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ പല കാര്യങ്ങളിലും അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. കാലത്തെ പറഞ്ഞ കാര്യമായിരിക്കില്ല ഈ ദിവസം ഉച്ച കഴിഞ്ഞ് പറയണമെന്ന് തോന്നുക. അങ്ങനെ ഒരു അഭിപ്രായ സ്ഥിരത കുറവ് ഇടവം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിൽ ആസ്മ പോലെ അസുഖമുള്ളവർക്ക്, അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മാനസികമായ അസ്വസ്ഥതയ്ക്കൊക്കെ
ചികിത്സ തേടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇടവൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത കാര്യത്തിൽ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. മനസ്സ് അസ്വസ്ഥമാകുന്നതുകൊണ്ട് തന്നെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അപ്പോൾ എന്തെങ്കിലും കരാറുകളോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നതാണെങ്കിൽ മറ്റൊരാളെയും കൂടെ കാണിച്ചിട്ട് അത് വിശ്വാസമുള്ള ഒരാളും കൂടെ ആയിട്ട്, പ്രത്യേകിച്ച് കുടുംബത്തിലുള്ളവരുമായിട്ട് ആലോചിച്ച് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര മോശമാണെങ്കിലും നിങ്ങളുടെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ എന്നിവരായിരിക്കും. അവർ കഴിഞ്ഞിട്ടേ മറ്റുള്ളവർക്ക് എന്തൊക്കെയാണെങ്കിലും നിങ്ങളോട് സ്നേഹം ഉണ്ടാവും. നിങ്ങൾക്കൊരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കെങ്കിലും വരുന്നുവെങ്കിൽ ആദ്യം ഓടി വരിക അമ്മ ജീവിച്ചിരിപ്പണ്ടി അമ്മയും, പിന്നെ അച്ഛൻ ജീവിച്ചിരിപ്പണ്ടി അച്ഛനും, അത് കഴിഞ്ഞാൽ ഭാര്യയും മക്കളും ഒക്കെ ആയിരിക്കും ഓടി വരിക. ഏറ്റവും കൂടുതൽ വേദനിക്കുന്നവരായിരിക്കും. അത് കഴിഞ്ഞ് മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇടവൻ രാശിക്കാർക്ക്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നർത്ഥം. അതേപോലെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഇത് കണ്ടതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞൊരു കമൻ്റ് ഉണ്ടായത്. ഈ രാശിയിൽ കുറേ കാലം ശത്രുവിനെ ആസ്പദമാക്കിയ ഗ്രഹം കിടക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. ജാതകം അനുകൂലമല്ല എങ്കിൽ തീർച്ചയായിട്ടും ശത്രുദോഷങ്ങൾ മിക്കവാറും ഉണ്ടായിക്കൊണ്ടിരിക്കും. ശത്രുദോഷം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓടി വന്ന് ശത്രുക്കൾ ഇടിച്ച് ഒരു പരുവാക്കുന്നൊന്നുമല്ല. നിങ്ങളുടെ പല കാര്യങ്ങളിലും ശത്രുത പോലെയുള്ള മറ്റുള്ള പെരുമാറ്റങ്ങൾ, കാലതാമസങ്ങൾ ഉണ്ടാക്കിക്കുക, തടസ്സങ്ങൾ സൃഷ്ടിക്കുക, വേണ്ട സമയത്ത് വേണ്ടത് നടന്ന് കിട്ടാതിരിക്കുക ഒക്കെ ശത്രുദോഷങ്ങൾ മൂലം, മറ്റൊരു ഇടപെടൽ മൂലമാണെങ്കിൽ അത് ശത്രുദോഷമായിട്ട് തന്നെ മാറുന്നതാണ് എന്ന് മനസ്സിലാക്കുക. കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇടവൻ രാശിക്കാർക്കുണ്ട്. അതേപോലെ മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്കിലും വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ആ കലഹത്തിൽ നിന്നൊക്കെ ഒരു പരിധി വരെ മോചനം ഉണ്ടാകുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ ഇടവൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. മക്കളിൽ നിന്ന് മനസ്സിന് അസ്വസ്ഥമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ മനസ്സിന് അസ്വസ്ഥമായ വാക്കുകളൊക്കെ കേൾക്കാനായിട്ടൊക്കെ ഇടവരും. തൊഴിൽ മേഖലയിൽ ചില നേട്ടങ്ങളൊക്കെ ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാക്കാൻ കഴിയും. ഒന്ന് ശ്രദ്ധിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും തൊഴിൽ മേഖലയിൽ. ഇനി മിഥുനം. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമാണ്. അങ്ങനെ കഠിന ദോഷമാണെങ്കിൽ പോലും ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും. എന്ത് കാര്യത്തിനും ഒരു സംശയമില്ലാതെ എടുത്തു ചാടി പ്രവർത്തിക്കാനായിട്ട് തോന്നും. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യാനായിട്ട് കഴിയും. മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യവും ഒക്കെ ഗുണകരമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മിഥുന രാശിക്കാർക്ക് കഴിയും. ഇത്രയും കാര്യങ്ങൾ ശുഭ. പിന്നെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ മിഥുനം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ഇനി സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അനുകൂലമാണെങ്കിലും പൂർണ്ണമായും അവരെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഒരു ശ്രദ്ധ അംശം അവരെ വിശ്വസിക്കേണ്ടെന്നല്ല ഞാനീ പറയുന്നതിൻ്റെ കാര്യം. അത് സ്വമേധയ ബുദ്ധിയോട് മനസ്സിലാക്കുക. അവർ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളണ്ട. നമ്മളുടെ ബുദ്ധി കൊണ്ട് കൂടെ ഒരു തീരുമാനമെടുത്തിട്ട് വേണം ഒരു കാര്യങ്ങൾ ചെയ്യാൻ. എന്തെങ്കിലും ചെയ്തിട്ട് അബദ്ധം പറ്റിയാൽ അത് അവർ പറഞ്ഞിട്ടാണ് എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ നിർബന്ധിച്ചിട്ടാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ ഫലം അനുഭവിക്കുന്നവർ അബദ്ധങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടൽ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. അതേപോലെ എടുത്തുചാട്ടം ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. കുടുംബത്തിൻ്റെ പിൻബലം, മക്കൾ, ഭാര്യ,
ജീവിത പങ്കാളി, മക്കൾ, ജീവിത പങ്കാളി തുടങ്ങിയവരുടെ പിൻബലം പല കാര്യങ്ങളിലും കിട്ടിയെന്ന് വരില്ല. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല, തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത സ്ഥിതിയാണ്. അതേപോലെ മിഥുനം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിലേക്ക് പോകരുത്. കാരണം തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. അതുപോലെ കുടുംബത്തിലും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം കുടുംബത്തിലും ഈ കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കൂറാണ് മിഥുനക്കൂറുകാർ. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ഇനി കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. അത്ര മേന്മയുള്ള ദിവസമല്ല. ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല, മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല. ആരോഗ്യം മനസ്സും അനുകൂലമല്ലാത്തതുകൊണ്ട് വേണ്ട രീതിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിയും അത്ര അനുകൂലമായിരിക്കില്ല. മാതൃപിതൃസ്ഥാനികർ അനുകൂലമല്ല. വിളർച്ച ഉണ്ടാകാനുള്ളൊരു സാധ്യത, അതുപോലെ ദഹനക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ, പിത്തസംബന്ധമായ പ്രശ്നങ്ങൾ, പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകും. ഈ പൊള്ളലൊക്കെ ഏൽക്കാൻ സാധ്യതയുള്ളതായ വർക്കുകളൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല. മനസ്സ് വേണ്ട രീതിയിൽ എന്താ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയില്ല. ആസ്മ പോലുള്ള അസുഖമുള്ളവർ ശ്രദ്ധിക്കണം. മാനസിക സ്വാസ്ഥ്യമുള്ളവർ ഒക്കെ അത് മനസ്സ് സ്വസ്ഥമാക്കി കൊണ്ടുപോകാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനികർ അത്ര അനുകൂലമായിരിക്കില്ല. കടബാധ്യതയൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായിട്ട് കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവാം. വാക്കുകൾ ചിലപ്പോൾ അനുചിതമായി വരുന്നത് കൊണ്ട് അതുമൂലമുണ്ടാകുന്ന ചില നഷ്ടങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും തന്നെ അനുകൂലമായിരിക്കില്ല. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്നും അതേപോലെ മക്കളിൽ നിന്നുമൊക്കെ എല്ലാ കാര്യങ്ങളിലും ഒരു പിൻബലം ഈ ദിവസം കർക്കിടകക്കൂറുകാർക്ക് കിട്ടും. എങ്കിൽ തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല. സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരെയും ഒന്നും അനുകൂലത ഉണ്ടാവില്ല. തൊഴിലാളികളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ തൊഴിൽ മേഖല തീരെ അനുകൂലമല്ലാത്തൊരു ദിവസമായിരിക്കും. എങ്കിലും ദൈവാധീനമൊക്കെ ഒരു പരിധി വരെ ഉള്ള ദിവസമായതുകൊണ്ട് കുറച്ചുകൂടെ ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ട നാമജപവും ക്ഷേത്ര ദർശനവും ഒക്കെ നടത്തുന്നുവെങ്കിൽ കർക്കിടകക്കൂറുകാർക്ക് വലിയ ദോഷമില്ലാതെ പോവാം. എങ്കിലും ഒരു പരിധിവരെ ദോഷകരമായ അവസ്ഥ തന്നെയായിരിക്കും അവർക്ക് ഈ ദിവസം പ്രതീക്ഷിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നല്ല, അങ്ങനെ പ്രതീക്ഷിച്ച് വേണം ആ ദിവസത്തെ കാണാൻ. അതുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ, ശ്രദ്ധ ഒക്കെ ഉണ്ടാവണം. അശ്രദ്ധയായി ഒന്നും ചെയ്യരുത് എന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇത് ഈ കൂറിൽ പറയും എല്ലാവരും ഇങ്ങനെ പറയുന്ന ദോഷങ്ങൾ പറയുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇനി ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിൽ അവരുടെ മനസ്സ് ഒരു ശാന്തതയോടുകൂടി നിൽക്കുന്ന ദിവസമായിരിക്കും. പല പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതിന് മനസ്സിനെ കാര്യമായിട്ട് ബാധിക്കില്ല. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷെ ആരോഗ്യമൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഉദര സംബന്ധമായ അസുഖങ്ങൾ, ദഹനക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ, ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചിങ്ങക്കൂറുകാർക്ക് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. അവരിൽ നിന്ന് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. കാര്യമായിട്ടുള്ള ശത്രുദോഷമൊന്നും ബാധിക്കുന്ന ദിവസമല്ല. കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. എങ്കിലും ധനപരമായ നേട്ടം പൊതുവേ കുറവുള്ള ഒരു കാര്യമാണ്. സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും കടം ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം, കയ്യിൽ എന്തെങ്കിലും ധനം കിട്ടുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അത് ആ കടം തീർക്കുന്നതിന് വേണ്ടിയായിട്ട് പരിശ്രമിക്കുക. അത് മറ്റൊരു കാര്യത്തിന് വിനിയോഗിക്കാതെ വെച്ചുകൊണ്ടിരുന്നാൽ അത് ചിലപ്പോൾ നടന്നു കൊള്ളണമെന്ന് ഇല്ല. അതുകൊണ്ടാണ് ധനനഷ്ടവും ധനലാഭവും ചില ദിവസങ്ങളിൽ പറയേണ്ടി വരിക. ചിങ്ങൻ രാശിക്കാർക്ക് അത് ശ്രദ്ധിച്ചോളൂ എന്നർത്ഥം.
ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ മക്കളിൽ നിന്ന് അത്ര അനുകൂലമായ സ്ഥിതി ആയിരിക്കില്ല ചിങ്ങൻ രാശിക്കാർക്ക്. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായിരിക്കില്ല. സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിലാളികൾ അത്ര അനുകൂലമായിരിക്കില്ല. മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കില്ല. അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും ചിങ്ങക്കൂറുകാർ തൻ്റെ തൊഴിൽ മേഖലയിലേക്ക് പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള ദിവസമാണ്. പൊതുവെ ഒരാത്മവിശ്വാസക്കുറവ്, എല്ലാ കാര്യത്തിലും സംശയം, ഒന്നും വേണ്ട പോലെ ചെയ്യാൻ തോന്നാതിരിക്കുക, മനസ്സ് അനുകൂലമല്ലാതിരിക്കുക, ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുക, എല്ലാ കാര്യങ്ങളിലും അലസത ഉണ്ടാകുക, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകും. അതേപോലെ ആസ്തമ ഉള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. മാനസികമായ ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. മനസ്സൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ മാനസിക അസ്വസ്ഥത്തിന് മരുന്ന് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാനായിട്ടൊക്കെ ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. ഇപ്പോൾ മനസ്സൊക്കെ അസ്വസ്ഥമായിരിക്കുമ്പോൾ അനുകൂലമല്ലാത്ത എന്തെങ്കിലും വാക്ക് കേട്ടാൽ എടുത്ത് ചാടി ആകെ പ്രശ്നമാകരുത്. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കുക. അവർ പറയുന്നത് പറയട്ടെ എന്ന് വിചാരിച്ച് മനസ്സിനെ അങ്ങനെ കേൾക്കാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ ഞാനതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാൻ പോകില്ല എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തി ആ ദിവസം നിർത്തുക. അപ്പോൾ പരമാവധി ദോഷങ്ങളെ കുറയ്ക്കാൻ കഴിയും. അതാണ് ഈ ശത്രുദോഷമൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പോഴും അത് മനസ്സിലാക്കുന്നതിൻ്റെയൊക്കെ മേന്മ എന്ന് മനസ്സിലാവുക. മുൻകോപം ഒന്ന് കുറയ്ക്കുക. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല, ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ്, ചില ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും അത് അശ്രദ്ധ മൂലമുള്ളതാണ് പറഞ്ഞത്. സാമ്പത്തിക കാര്യത്തിൽ വലിയ പ്രയാസമില്ലാതെ കന്നിക്കൂറുകാർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. വലിയ നേട്ടമെന്നല്ല ഞാൻ പറയുന്നത്, ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല. മക്കളിൽ നിന്ന് കുറച്ച് സമാധാനം സന്തോഷമൊക്കെ ലഭിക്കും. തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. സഹപ്രവർത്തകരോ മേലുദ്യോഗസ്ഥരോ അനുകൂലമായിരിക്കില്ല. അതേപോലെ തന്നെ തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കന്നിക്കൂറുകാർ തൊഴിൽ മേഖലയിൽ പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വീട്ടിലേക്കും ലഹരി ഉപയോഗിച്ചുകൊണ്ടൊന്നും കന്നിക്കൂറുകാർ ചെല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്തിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട്. തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായൊരു ദിവസമാണ്. എങ്കിലും മനസ്സ് അത്ര അസ്വസ്ഥമായിരിക്കും. ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാക്കും. അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും. അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മനസ്സിനെ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്താൽ മതി. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. പക്ഷേ പിതൃസ്ഥാനീയരിൽ നിന്നൊക്കെ മേന്മയുണ്ടാകും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ പരമാവധി ആ ദിവസം കടം വാങ്ങിക്കാതിരിക്കാനും കൂടുതൽ ബാധ്യതകളെ ഉണ്ടാക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ആ ബാധ്യത അങ്ങോട്ട് ഒഴിവാക്കാൻ കഴിയും. ചിലപ്പോൾ ഈ ദിവസം വരുന്ന ബാധ്യത നമുക്ക് പിന്നീട് പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നികത്തി കൊണ്ടുവരാൻ കഴിയാത്തതായിരിക്കും. ഈ കടബാധ്യതയുള്ള ദിവസങ്ങൾ എന്നൊക്കെ പറയുന്നത് ഗ്രഹങ്ങൾ അനുകൂലമല്ല നിൽക്കുന്ന കാലഘട്ടത്തിലാണ് അത് പറയുന്നത്. അത് ചിലപ്പോൾ 1-2 മാസത്തേക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മാസക്കാലം ആവശ്യമില്ലാതെ ധനമൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെ മാറ്റി കഴിഞ്ഞാൽ അവസാനം നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ബാധ്യതയായിട്ട് മാറും. അതാണ് ഈ കടബാധ്യത. അത് ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടല്ലെങ്കിൽ ചിലപ്പോൾ ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു ദിവസം മാത്രമായിരിക്കും. അപ്പോൾ അത് ദിവസഫലം പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാ ദിവസവും തുടർച്ചയായിട്ട് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാളത്തേക്കുള്ളത് തന്നെയായിരിക്കും അത്. അപ്പോൾ കടബാധ്യത വരാനുള്ളൊരു സാധ്യത നിലവിൽ തുലാം രാശിക്കാർക്കുണ്ട്. അതേപോലെ എടുത്തുചാട്ടം ഒന്ന് കുറയ്ക്കണം. എങ്കിലും വാക്കുകളൊക്കെ നന്നായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാൻ കഴിയുന്ന ഒരു ദിവസമാണ്. ദൈവാധീനം വളരെ കുറവാണ്. സാമ്പത്തിക നഷ്ടമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. തൊഴിൽ മേഖല ചെറിയ മേന്മയൊക്കെ തൊഴിൽ മേഖലയിലുണ്ടാവും.
മനസ്സ് അസ്വസ്ഥമാകുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളായിരിക്കും തൊഴിൽ മേഖലയിൽ കൂടുതലായിട്ടുണ്ടാവുക. എന്നാലും മേലുദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെയൊക്കെ ചില സഹകരണങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ലഭിക്കും. എങ്കിലും മനസ്സ് അസ്വസ്ഥമാകുന്നത് കൊണ്ട് തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളുണ്ടാകും. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ദോഷകരമായ ദിവസമാണ്. ശരീരത്തിനും മനസ്സിനും ഒരു സ്വസ്ഥത കുറവുള്ളൊരു ദിവസമായിരിക്കും. ശരീരത്തിന് മുഴുവൻ വേദനയൊക്കെ തോന്നുന്നൊരു ദിവസമായിരിക്കും. കൈകാലുകൾക്ക് വേദന, ശരീരവേദനയൊക്കെ ഉണ്ടാകുന്ന, അങ്ങനെ ശരീരം കൊണ്ടൊരു സ്വസ്ഥതയില്ലാത്തൊരു ദിവസമായിരിക്കും. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല. മനസ്സും ശരീരവും അനുകൂലമല്ലാത്തതുകൊണ്ട് ദേഷ്യമൊക്കെ പെട്ടെന്ന് വരികയും ആ ദേഷ്യത്തോടെ വാക്കുകൾ എന്തെങ്കിലും ഉപയോഗിക്കുകയൊക്കെ ചെയ്താൽ അത് ദോഷകരമായി തീരും. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഈ ആസ്തമ പോലെ അസുഖമുള്ളവർ ശ്രദ്ധിക്കുക. ജലദോഷമൊക്കെ വന്നിട്ട് ഈ ഒക്കെ വരുന്ന പ്രശ്നമുണ്ടല്ലോ, അലർജി സംബന്ധമായ അസുഖങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. കടബാധ്യത വരാനുള്ളൊരു സാധ്യത വൃശ്ചിക രാശിക്കാർക്കുണ്ട്. സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ വൃശ്ചിക രാശിക്കാർക്ക് ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര മേന്മയുള്ളവരൊന്നും ആയിരിക്കില്ല. ധനപരമായ കാര്യങ്ങൾ കുറച്ച് അനുകൂലമായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് കുറച്ച് അനുകൂലമൊക്കെ ഉണ്ടാവും. കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ടാകും. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല. തൊഴിലാളികളിൽ നിന്നും അതുപോലെ തൊഴിൽ മേഖല പൊതുവെ ഒരു സഹകരണമില്ലാത്തതായിരിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിന് വിഷമുണ്ടാക്കുന്ന ചില അവസ്ഥകൾ വൃശ്ചിക രാശിക്കാർക്ക് ഉണ്ടാകും. തൊഴിലാളികളോ ഒന്നും അനുകൂലമായിരിക്കില്ല. അപ്പോൾ തൊഴിൽ മേഖലയെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നർത്ഥം. ധനു. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം, ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള ഒരു സമയമാണ്. എങ്കിലും മനസ്സ് പൊതുവെ ശാന്തമായിരിക്കുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും മനസ്സിനെ ഒന്ന് ശാന്തമാക്കി നിർത്തിയാൽ പല കാര്യങ്ങൾക്കും ഒരു പരിധി വരെ പോകുമ്പോഴുണ്ടെന്ന് മനസ്സിലാക്കുക. ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല. പല വിധത്തിലുള്ള അസുഖങ്ങൾ മൂലം ശരീരത്തിന് ഒരു പ്രയാസങ്ങളുണ്ടാവും. സഹോദര സ്ഥാനികർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ധനുക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. വളരെയധികം ശ്രദ്ധിക്കുക. കൂടെ നിൽക്കുന്നവർ അനുകൂലമല്ലാത്ത അവസ്ഥയായിരിക്കും. എങ്കിലും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അനുകൂലമുള്ളൊരു ദിവസം കൂടെയാണ്. അപ്പോൾ എന്താ, നമുക്കറിയാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നർത്ഥം. ധനുക്കൂറുകാരൻ ദൈവാധീനം കുറഞ്ഞ ഒരു ദിവസമാണ്. കുറേ നാളുകളായിട്ട് അവർക്ക് ദൈവാധീനം കുറവാണ്. ഇങ്ങനെ ദൈവാധീനം ഇപ്പോഴും കുറഞ്ഞ ഒരു ദിവസം തന്നെയായിരിക്കും. മക്കളിൽ നിന്നൊന്നും അനുകൂലമായ സ്ഥിതി ഉണ്ടാവില്ല. പക്ഷെ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. തൊഴിൽ മേഖല അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലഹരി പദാർത്ഥം ഉപയോഗിക്കാതിരിക്കുക ഈ ദിവസം. കാരണം ലഹരി പദാർത്ഥങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കലഹങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലും അത്ര അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ പരമാവധി ഈ ദിവസം ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മകരം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ്. ശരീരം അനുകൂലമായിരിക്കും. മനസ്സ് അനുകൂലമായിരിക്കും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും. ഒരു ആത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. മറ്റുള്ളവരുടെ ഒരു പിന്തുണയൊക്കെ എല്ലാ കാര്യത്തിലും കിട്ടും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുദോഷമൊന്നും കാര്യമായിട്ട് ബാധിക്കാത്ത ദിവസമായിരിക്കും. കടബാധ്യതകളൊന്നും ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അത്ര അനുകൂലമല്ലെങ്കിൽ പോലും വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല. അലസത മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെ ഉണ്ടാക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും.
ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല മേന്മയുള്ളതായിരിക്കും. സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകും. പൊതുവെ മകരക്കൂറുകാർക്ക് അനുകൂലം. കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൊരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. മനസ്സും ശരീരമൊന്നും അനുകൂലമല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായിട്ടുണ്ടാകുന്ന ദിവസമാണ്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതുകൊണ്ടുള്ള ദുരിതങ്ങൾ പ്രയാസങ്ങൾ കൂടുന്ന ഒരു ദിവസമാണ്. മനസ്സും അസ്വസ്ഥമായിരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാമം ജപിക്കുക, ഈശ്വരാരാധന നടത്തുക ഒക്കെ ചെയ്യുമ്പോൾ മനസ്സ് ശാന്താവും. പിന്നെ മനസ്സ് അസ്വസ്ഥമാകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പോസ്റ്റ് എല്ലാം മിക്കവാറും 6 മണിക്ക് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ പഴയ 1-2 പോസ്റ്റ് എടുത്ത് നോക്കി അറിയാം. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഇതൊന്ന് കേൾക്കുക എന്ന് പറഞ്ഞ് ആ പോസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കുക. അത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. കുറച്ച് നേരം എന്നോടൊപ്പം ആ പോസ്റ്റ് ചേരുക. അങ്ങനെ ചേരാൻ കഴിയുന്ന പോസ്റ്റാണത്. അതുകൊണ്ട് ആ പോസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം. അതൊന്ന് കേൾക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ അത് മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുന്നതിനായിട്ട് കഴിയും. ആ സമയം കൂടെ ഒരാൾ കൂടെ ഉണ്ട് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് ചെയ്യുക. പണിസ്ഥലത്താണെങ്കിലും ഒക്കെ നിൽക്കുമ്പോൾ അത് ഓൺ ചെയ്തിട്ട് നിങ്ങളൊന്ന് കേൾക്കുക. നിങ്ങൾക്ക് മനസ്സിന് ശാന്തിയും ആശ്വാസവും ഒക്കെ കിട്ടും. കടബാധ്യതയൊക്കെ വരുന്ന ഒരു ദിവസമായിരിക്കും. എടുത്തുചാട്ടം ഒന്ന് ഒഴിവാക്കുക. വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. ജീവിത പങ്കാളിയുടെ പിന്തുണയൊക്കെ കുടുംബത്തിലുണ്ടാവും. എങ്കിലും കടബാധ്യത വരും. മറ്റുള്ളവരുമായി കലഹങ്ങളുണ്ടാകും. ഈ കരൾ രോഗമൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഈ ദിവസം ഉപയോഗിക്കരുത്. അതുകൊണ്ട് പല പ്രയാസങ്ങളൊക്കെ കുടുംബത്തിലും തൊഴിലിടങ്ങളിലും ഉണ്ടാകും. തൊഴിൽ മേഖല അനുകൂലമൊന്നുമല്ല. തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കലഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. മീനം പൂരുരുട്ടാതി അവസാനം കാൽഭാഗം, ഉത്രട്ടാതി രേവതി ഒട്ടും ദൈവാധീനമില്ലാത്ത ഒരു ദിവസമാണ്. അതുകൊണ്ട് നാമം ജപിക്കുക, ഈശ്വരാരാധന നടത്തുക, മനസ്സിനെ സ്വസ്ഥമായിട്ട് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആസ്മ പോലെ അസുഖമുള്ളവർ, വാതസംബന്ധമായ അസുഖമുള്ളവർക്കൊന്നും അത്ര അനുകൂലമായ ദിവസമല്ല അത്. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ പ്രയാസങ്ങളുണ്ടാക്കും. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ തോന്നില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. കുടുംബത്തിലൊരു സ്വസ്ഥത കുറയുന്ന സമയമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. എടുത്തുചാട്ടം, മുൻകോപമൊക്കെ ഉണ്ടാവും. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് പരിഹരിക്കാൻ കുറേ ദിവസങ്ങൾ ചിലപ്പോൾ മീനക്കൂറുകാർക്ക് വേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. കഫസംബന്ധമായ രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമൊന്നുമല്ല. മറ്റുള്ളവരെ സഹകരണം ലഭിക്കില്ല. തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. അപ്പോൾ തൊഴിൽ മേഖല വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മീനൻ രാശിക്കാർ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുടുംബത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടിട്ട് മാത്രം നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ല. ഇതിനകത്ത് ഞാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ കൂടെ ഒരു പരിധി വരെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വീകരിക്കാവുന്നല്ലാത്ത ഒരു നിർദ്ദേശങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് നൽകുന്നില്ല. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ.